കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ചൂരൽമല ദുരന്തത്തിൻ്റെ അതിൻ്റെ എല്ലാ സംഘടനകളും അല്ലെങ്കിൽ അതിൻ്റെ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഏക പ്രതീക്ഷയായി ഇവരേവരും പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തോടുകൂടി ഏറെ സ്വപ്നം കണ്ട് നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ് ഇവരുടെ ഭവന പദ്ധതി, പുനരധിവാസ പദ്ധതി. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ദിവിഷ് സൂചിപ്പിച്ച മോഡൽ വീട്, ആ വീടിൻ്റെ അവസാന മിനുക്കുമണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീട് ഈ സമാനമായ രീതിയിൽ ഒരു 410 വീടുകളാണ് 5 പ്ലോട്ടുകളായി തരംതിരിച്ച് ആ പ്ലോട്ടുകളിൽ ഈ സമാനമായ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന് സമാനമായ വീടുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ പദ്ധതിയുള്ളത്. ആ വീട്ടിൽ 2 ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്, മറ്റൊരു ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചണുണ്ട്. ആ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ഒരു നില വീടാണ്. 1000 സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് നിർമ്മിക്കുന്നത്. ഭാവിയിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് മുകളിലേക്ക് നിർമ്മാണം നടത്തി ആ രീതിയിലുള്ള സൗകര്യം അതിനുകൂടിയുള്ള കണക്കാക്കിയുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ രീതിയിലുള്ള വീടുകളായിരിക്കും 410 വീടുകൾ. ഏകദേശം 72 ഏക്കറോളമുണ്ട് ഈ സ്ഥലം. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളിൽ കാണാം. വളരെ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് വളരെ ഗതാഗത സൗകര്യമൊക്കെയുള്ള വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇവിടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദുരന്തത്തിനിരയായ ആളുകളുള്ളത്. 410 ആളുകളാണ് സർക്കാരിൻ്റെ ഈ പുനരധിവാസ ലിസ്റ്റിൽ ഉള്ള 402 പേരാണ് ലിസ്റ്റിലുള്ളത്. ഏകദേശം 410 വീടുകളുണ്ട്. അതിൽ ഏകദേശം 100 വീടുകളോളം ആളുകൾ സർക്കാരിൻ്റെ വീട് വേണ്ട, പകരം 15 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് അങ്ങനെ മാറിപ്പോയ ആളുകളുണ്ട്. പക്ഷേ ഇവരുടെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് 410 വീടുകളാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എല്ലാവരും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ജീവനോപാധിയും അവരുടെ വീടും മറ്റ് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. ഉറ്റവരും ഉടയവരും ഏതായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതി, ഒരു സ്വപ്ന പദ്ധതി, ഒരു മാതൃകാ പദ്ധതിയായി ഇതിനെ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ടൗൺഷിപ്പിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ആശുപത്രി, അതുപോലെ തന്നെ സ്കൂൾ സംവിധാനങ്ങൾ, ഒരു മാർക്കറ്റ് ഉൾപ്പെടെയുള്ള അങ്ങനെ ആ രീതിയിലൊക്കെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരാണെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ശുഭകരമായി കാണിക്കാൻ ഈ പ്രേക്ഷകർക്ക് അല്ലെ മലയാളികൾക്ക് ലോകത്തിന് കാണിക്കാനുള്ളത് ഈ മാതൃകാ ഭവനം തന്നെയാണ്. ഈ ഭവനത്തിൻ്റെ മാതൃകയിലായിരിക്കും ഈ ടൗൺഷിപ്പിലുള്ള മുഴുവൻ വീടുകളും ഉയരുക എന്നാണ്. എന്തായാലും ഏറ്റവും വേഗത്തിൽ അവിടെ വീടുകളെല്ലാം ഉയരട്ടെ. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇവിടുന്ന് പറിച്ചു നട്ടുള്ളത് യഥാർത്ഥ ചുരുൾമലയും മുണ്ടക്കയും ആയില്ല. പക്ഷേ നമുക്കറിയാലോ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ആ യാഥാർത്ഥ്യബോധത്തോട് ഉൾക്കൊള്ളുകയും വേണം. അവർക്ക് അവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ അത് വേഗത്തിൽ സ്വന്തം കൂരയ്ക്ക് കീഴിൽ ഇപ്പോൾ ഈ വാടകയൊക്കെ കൊടുത്ത് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർ നമ്മളോട് പങ്കുവെച്ചാണ്. അപ്പോൾ വേഗത്തിൽ ആ വീടുകൾ തയ്യാറാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.